നല്ലൊരു സന്ധ്യ സമയം. വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ആകെപ്പാടെ ക്ഷീണിച്ച് വിയർത്ത് കുളിച്ച് ഞാൻ വരുമ്പോഴാണ് നമ്മുടെ സുജയയുടെ ഈ മോരും വെള്ളത്തിൻ്റെ നാരങ്ങാ വെള്ളത്തിൻ്റെയൊക്കെ കട ഞാൻ കാണുന്നത്. മോരും വെള്ളം നാരങ്ങാ വെള്ളം മാത്രമല്ല, ഷാർജ ഷെയ്ക്ക്, എല്ലാ തരത്തിലുള്ള ഷെയ്ക്കുകളുണ്ട്. ചപ്പാത്തിയുണ്ട്, പൊറോട്ടയില്ല, ചപ്പാത്തിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഇതുപോലുള്ള എല്ലാവിധ ഐറ്റംസും ഈ കടയിലുണ്ട് കേട്ടോ. പുറമേ നിന്ന് നോക്കുക ചെറുതാന്ന് തോന്നിയെങ്കിലും കയറിയ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഓപ്പൺ എയറിൽ എന്ന പോലെ ഒത്തിരി അടച്ചുറപ്പൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഈ കട നിൽക്കുന്നത് കേട്ടോ. ഇത് ദൂരെയെങ്ങും അല്ല, നമ്മുടെ മാമൂട് കൈപ്പട്ടൂർ റോഡിൽ തോലുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ നാരങ്ങാ വെള്ളം കുടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഉപ്പിലിട്ട വകകളെല്ലാം ഉണ്ട്. നമുക്ക് നല്ലൊരു ചൂട് സമയത്തൊക്കെ നമുക്ക് യാത്ര ചെയ്ത് വരുമ്പം മോരും വെള്ളമായാലും നാരങ്ങ വെള്ളമായാലും എന്ത് സാധനം കഴിക്കാനായാലും നമുക്ക് ഈ കടയിൽ വരാൻ പറ്റും. കാരണം ഉപ്പിലിട്ട സാധനങ്ങളും എല്ലാം നല്ലതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചായക്കടികളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ സന്ധ്യ സമയത്ത് ചെന്നത് കാരണം ചായക്കടിയൊക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുജ. എന്നാലും ഞാൻ ചെന്ന് നാരങ്ങ വെള്ളം ചോദിച്ചപ്പം പിന്നെ വേഗം തന്നെ അവൾ നാരങ്ങ വെള്ളം എനിക്കാക്കി തന്നു. എല്ലാ ഐറ്റവും എന്തൊക്കെയോ ഐറ്റംസ് ഇട്ടിട്ട് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരും കേട്ടോ. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ പിന്നെ പൊതുവേ എല്ലായിടത്തും അതൊക്കെ തന്നെ ഉണ്ടെങ്കിലും വേറിട്ടൊരു ടേസ്റ്റ് എനിക്കിതിന് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വേഗം ഇവിടേക്ക് ഞാൻ ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ സുജയുടെ ഹസ്ബൻഡാണിത്, സത്യം എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ചിക്കൻ ഫ്രൈ, ഞാൻ ചോദിക്കുമായിരുന്നു ഇത് എന്തൊക്കെയാണ് ഇതിനകത്തിൽ ഈ അരച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി കുറേ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ പേര് പറഞ്ഞു. അതൊക്കെ സീക്രട്ടായിട്ട് ഇരുന്നോട്ടെ, അവരുടെ ആ രുചിയുടെ സീക്രട്ടായിട്ട്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇവരിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നന്ന് ഓരോ പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കുക ചെയ്യുക. ഞാൻ അവരോട് ചോദിക്കും ഈ വെളിച്ചെണ്ണ നിങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ അവർ ഈ കടയിലേക്ക് ഉപയോഗിക്കാൻ എടുക്കില്ല, അതങ്ങ് ഒഴിവാക്കി കളയുക പറയുക. ഇതെങ്ങനെ അവർക്ക് ലാഭം കിട്ടും, ഇതിനകത്ത് എന്ത് മുതലാവും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്തുവായാലും എന്നും ആ ഓരോ പാക്കറ്റ് വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് അവരിത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനും വാങ്ങിയൊരു ചിക്കൻ ഫ്രൈ, നല്ല ടേസ്റ്റാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെ പുറത്തുള്ള കടകളിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, ഒരു കളർ പോലും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ആ ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ചേട്ടൻ ഉണ്ടാക്കുന്ന കണ്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ഷാർജ ഷേക്ക് ചോദിക്കുന്നത്. അപ്പോൾ കോഫി ഷേക്ക് എന്നോ മറ്റോ അവൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ പിന്നെ അതും കൂടി അവൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവൾ കോഫി ഷേക്കിനുള്ള തയ്യാറെടുപ്പിലേക്ക് പോയി. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കോഫി ഷേക്ക് ഉണ്ടാക്കുക. അപ്പോൾ അവളതൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി. പിന്നെ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, സന്ധ്യയ്ക്ക് ഇപ്പോൾ ഒരു മഴക്കാറൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ് ഈ കച്ചവടം, അന്നേരം വരുമോ, ആൾക്കാർ വരുമോ. പക്ഷേ അവൾ പറയുന്നത് ഇവിടുത്തെ ചപ്പാത്തി ചിക്കൻ കഴിക്കാൻ സ്ഥിരമായിട്ട് അവർക്ക് വരുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷാർജ ഷേക്ക് ഞാൻ അവളോട് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് കാണിച്ച് തന്നിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇട്ടേന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ഐറ്റംസ് അതിനകത്ത് അവൾ ഇട്ട് പോയി. പിന്നെ അതിൻ്റെ പുറകെ പാലൊഴിക്കുന്ന മാത്രമേ പിന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തുമായാലും ഷാർജ ഷേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അവൾ ഉണ്ടാക്കിയെടുത്തു. ചോക്ലേറ്റ് സിറപ്പോ മറ്റുമാണെന്ന് തോന്നുന്നു അതിനകത്തിൽ ഒഴിക്കുന്നത്. അങ്ങനത്തെ ആക്കിയെടുത്തു. എനിക്ക് ഷാർജ ഷേക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു കുട്ടി വൈകുന്നേരത്തെ ഈ ഒരു ടൈമല്ലേ, സന്ധ്യ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. അപ്പം ഈ ഷാർജ ഷേക്ക് നാരങ്ങ വെള്ളം ഒരു ഇതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനിയുള്ള അവരുടെ കച്ചവടം എന്ന് പറയുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ കച്ചവടമാണ്. പക്ഷേ ആ മോന് സ്ഥിരം വരുന്നത് കൊണ്ടായിരിക്കും അവൾ വേഗം തന്നെ അത് റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെ അവരുടെ ഷാർജ ഷേക്കൊക്കെ അമ്മൂന് കൊടുക്കുന്നതും അടിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കണ്ട് കുറേ ടൈമും കൂടി അവിടെ ഇരുന്ന് പിന്നെയും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോഴത്തേക്ക് നല്ലോണം നേരെ ഇരുട്ടിയായിരുന്നേ. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇവരുടെ തന്നെ ഷോപ്പിലെ കുറച്ചും കൂടി ഇവരുണ്ടാക്കുന്ന സംഗതികളൊക്കെ നമുക്ക് ഒന്നും കൂടി കാണിച്ചിട്ട് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത് ഇത്രേ പറ്റുള്ളൂ സമയപരിധി മൂലം. ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.